നടൻ ബിനു അടിമാലി ഫോട്ടോഗ്രാഫറുടെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച വിഷയം ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. സ്റ്റാർ മാജിക്കിന്റെ ഭാഗമായതിനു ശേഷം നിരവധി ആരാധകർ ബിനു അടിമാലിക്കുണ്ട്. കുറച്ചു ദിവസം ബിനുവിനെ ഷോയിൽ കാണാതായാൽ തന്നെ അന്വേഷിച്ചുള്ള കമന്റുകൾ ഷോയുടെ പേജിൽ നിറയാറുമുണ്ട്. സ്റ്റാർ മാജിക്കിൽ വന്ന ശേഷമാണ് കൂടുതൽ സിനിമാ അവസരങ്ങളും ബിനുവിന് കിട്ടുന്നത്. മിനി സ്ക്രീനിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന മുഖമായതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോഗ്രാഫറെ ബിനു മർദ്ദിക്കുമോ എന്ന സംശയമാണ് ആരാധകർക്കുള്ളത്. പലർക്കും ബിനുവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ വിശ്വസിക്കാനും സാധിച്ചിട്ടില്ല. എന്നാൽ കൃത്യമായ തെളിവുകൾ നിരത്തിയാണ് ഫോട്ടോഗ്രാഫർ ജിനേഷ് ബിനുവിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഫ്ലവേഴ്സിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് തനിക്ക് മർദ്ദനമേറ്റത് എന്നാണ് ജിനേഷ് പറഞ്ഞത്. അതേസമയം ഇപ്പോഴിതാ വിഷയത്തിൽ നടനും സ്റ്റാർ മാജിക് താരവുമായ നോബി മാർക്കോസ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. ഈ വിഷയം വന്നത് മുതൽ ബിനുവിനെയും ജിനേഷിനേക്കാൾ ടെൻഷൻ തങ്ങൾ സുഹൃത്തുക്കൾക്കാണെന്നാണ് നോബി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആരുടെ ഭാഗത്താണ് സത്യമെന്ന് തനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടുപേരുടെ സൈഡും നിൽക്കാൻ പറ്റില്ല. സത്യാവസ്ഥ അറിയില്ല. പ്രശ്നം നടന്ന ദിവസത്തെ ഷൂട്ടിന് താനില്ലായിരുന്നു. ആ ഫോട്ടോഗ്രാഫറെ തനിക്കറിയാം. അവർ ഒരുമിച്ചായിരുന്നല്ലോ. ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് തനിക്ക് ഇനി പ്രശ്നമാകുമോ? ഈ വിഷയത്തിൽ ചർച്ച നടക്കുന്നത് താൻ കണ്ടിരുന്നു. പക്ഷെ സത്യാവസ്ഥ തനിക്കറിയില്ല. സത്യാവസ്ഥ അറിയാതെ താൻ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. രണ്ടുപേരും തന്റെ സുഹൃത്തുക്കളാണ്. നമുക്ക് മാനസികമായി ഭയങ്കര വിഷമമായി. ഒരുപാട് പേർ സത്യാവസ്ഥ വിളിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അറിയാതെ നമ്മളൊന്നും പറയാനും പാടില്ലല്ലോ. എത്രയും പെട്ടെന്ന് കോംപ്രമൈസായി രണ്ടുപേരും നല്ല സൗഹൃദത്തിലാവട്ടെ എന്നാണ് ഞങ്ങൾ സുഹൃത്തുക്കൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നതും പറയാനുള്ളതും. നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ട് അവരെക്കാൾ ടെൻഷനാണ് ഇപ്പോൾ നമുക്ക്. ബിനുവിൻ്റെ പേജ് വാങ്ങാൻ നോക്കിയോ ഇല്ലയോ എന്നൊന്നും തനിക്ക് ദൈവസത്യമായും അറിയില്ല. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ അറിയാത്ത ആളാണ് താൻ. ഇതിനെപ്പറ്റി മറ്റാരും പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ പ്രശ്നമായപ്പോഴാണ് താൻ അറിയുന്നത്. സ്റ്റാർ മാജിക്കിൽ നിന്നും ഇറങ്ങിയിട്ട് 8 മാസത്തോളമായി. മറ്റു ഷൂട്ടിങ്ങുകൾ വന്നതുകൊണ്ട് തനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ബിനുവിനെ വർഷങ്ങളായി തനിക്കറിയാം. അതുപോലെ തങ്ങളുടെ ഫോട്ടോസ് എല്ലാം ജിനേഷാണ് എടുത്തിരുന്നത്. ഷോ പ്രൊഡ്യൂസർ അനൂപിന്റെ പ്രതികരണം എന്താണെന്ന് അറിയില്ല. കമന്റ് വായിച്ചാൽ താനൊക്കെ ഇന്ന് ചാവാനുള്ള സമയം കഴിഞ്ഞു. അതുകൊണ്ട് വാർത്തകൾ വരുമ്പോൾ കാണും മാത്രമെന്നാണ് നോബി പറഞ്ഞിരിക്കുന്നത്. പുതിയ ബിഗ് ബോസ് സീസണിനെ കുറിച്ചും നോബി സംസാരിക്കുന്നു. ബിഗ് ബോസ് പുതിയ സീസൺ കാണുന്നുണ്ട്. അടിയോടടി കൊള്ളാം, രസമുണ്ട് കാണാൻ എന്നാണ് നോബി മാർക്കോസ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം വിഷയത്തിൽ വിശദീകരണവുമായി ബിനു അടിമാലിയും രംഗത്തെത്തിയിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അരി വാങ്ങുന്ന താൻ ക്യാമറ തല്ലിപ്പൊട്ടിക്കില്ല എന്ന് മകളെ പിടിച്ച് സത്യം ചെയ്തു ബിനു പറഞ്ഞു. ഞാൻ 9 ലക്ഷം രൂപ ജിനേഷിന് കൊടുക്കണമെന്നാണ് തന്നോട് പറഞ്ഞത്. അത് കൊടുക്കാൻ നിവൃത്തിയില്ല. ഇക്കാര്യം പറഞ്ഞു ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. തന്നെ വിളിച്ചിട്ട് കോംപ്രമൈസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊന്നും താൻ ചെയ്തിട്ടില്ല. തൻ്റെ മകൾക്ക് സുഖമില്ലാത്തതാണ്. ആ മകളാണ് തൻ്റെ ധീരാദുഃഖം. ആ മകളുടെ തലയിൽ കൈവച്ച് താൻ പറയുകയാണ്, ജിനീഷ് എന്ന വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല. അവരുടെ ക്യാമറ തല്ലി പൊളിച്ചിട്ടുമില്ല എന്നാണ് ബിനു നൽകിയിരിക്കുന്ന വിശദീകരണം. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ബിനു അടിമാലിയുമായുള്ള പ്രശ്നം ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്.